ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പം കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഒരു 5-6 ദിവസമായി. അപ്പോൾ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ. പിന്നെ ആഷിയും ലാമയൊക്കെ ഇൻ്റർനാഷണൽ ട്രിപ്പിൻ്റെ വീഡിയോസൊക്കെ ഇട്ടേക്കാണ്, കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും പോയി കാണുകയും. അപ്പം ഇന്ന് ഞാനൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് ഇങ്ങനെ ഞാൻ വീട്ടിലെത്തിയപ്പം ആരുമില്ല, ഞാനും ഇമ്മയും ഇപ്പി മാത്രമേ ഉള്ളൂ. ഞങ്ങൾ 3 ആളുള്ളൂ കേട്ടോ. ഫതിൽ സ്കൂളിൽ പോയി, ആശി ലാമിൻ്റെ വീട്ടുകാരപ്പം ജസ്റ്റ് താത്തയൊക്കെ വന്നുകൊണ്ട് ഒരു ട്രിപ്പ് പോയതാണ്, ഫാമിലി ട്രിപ്പ്. അപ്പം ഞങ്ങൾ 3 ആളുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഫ്രീ ആണ്, അപ്പോൾ ചെറിയൊരു വീഡിയോ, ചെറിയൊരു സന്തോഷം, സർപ്രൈസ് അല്ല എന്നാലും ഒരു സന്തോഷമായിട്ടുള്ളൊരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചു. ഉമ്മ അടുക്കളയിൽ നല്ല പണിയിലാണ്. അപ്പം ഉമ്മാനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് വല്ലാണ്ടൊന്നും ഉണ്ടാക്കണ്ട, നമുക്ക് അമ്മ കുറച്ച് റെസ്റ്റൊക്കെ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സംഭവം ഞാൻ ഉച്ചക്കൊക്കെ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ഉമ്മാൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മന്തി. ഇപ്പൊക്കെ അറിയാം കേട്ടോ. അപ്പോൾ ഉമ്മക്ക് അത് വാങ്ങുമ്പോൾ ഉമ്മ എന്താ പറയാന്നൊക്കെ നോക്കാം. ഞാൻ എന്തായാലും ഉമ്മാൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയി നോക്കട്ടെ. ഉമ്മ എപ്പോഴും അടുക്കളയിലാണ്, രാവിലത്തെ പണി ഇങ്ങനെ കഴിഞ്ഞ് വരുന്നുള്ളൂ. വേറൊരു സംഭവം ഉണ്ട് ഗൈസ്, ഞാൻ വീട്ടിലേക്ക് എത്തിയപ്പോഴത്തേന് ഇവിടെ കുറേ മാറ്റങ്ങൾ സംഭവിച്ചു. ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു മാറ്റം വെച്ചു, ഞാൻ മുടിയൊക്കെ വെട്ടി ഗൈസ്. എങ്ങനെയുണ്ട് കമൻറ്റ് ചെയ്യട്ടോ. ഇതൊക്കെ ഗൈസ് കാർ പോർച്ച് പൊട്ടിച്ചു ഗൈസ്. നമുക്ക് ഞങ്ങളിവിടുത്തെ കാർ പോർച്ചിൻ്റെ അവസ്ഥ നോക്ക്, ഇങ്ങനെ ആയിട്ടുണ്ട്. കാറുകളൊക്കെ ഇതാ പുറത്തും, നമ്മളെ കിയ കുട്ടനുണ്ട്, എല്ലാ വണ്ടീസും പുറത്തിട്ടൊക്കെയാണ് ഗൈസ്. ബൈക്കിൻ്റെ കാര്യങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഒരു സ്കൂട്ടി ഇതാ ഇവിടെയാണ്. ഓക്കെ, പിന്നെ ആ കാണുന്നത് ഫതിലു എപ്പോഴും യൂസ് ചെയ്യണം. ഫതിലൊരു ഫേവറേറ്റ് സൈക്കിളാണ്. ഓൻ സ്കൂളിൽ പോയപ്പോഴത്തേന് അതിൻ്റെ അടിയിലേക്കാണ് പണിക്കാരെ പണിയാ തോന്നുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മേലെ കൂടി കാർ പോർച്ച് ഇല്ലെങ്കിൽ ഇതൊക്കെ വെയിലത്താണ് എല്ലാം കിടക്കണത്. നമ്മളെ എല്ലാ വണ്ടി വെയിലത്താണ്. ഇതാരാണ് ഗൈസ്? എന്തൊക്കെയുണ്ട് വിശേഷം? ഈടാ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാനൊരാളെ കണ്ടു. അതെ, പോയോ? അടി പോയോ? ഇത് ഞാൻ അന്ന് കല്യാണത്തിന് കണ്ടതാ, പിന്നെ എന്നെ കണ്ടിട്ടില്ല കേട്ടോ. ഒരു ഹായ് കാണിക്ക്. ഓ സാറാ ഫാൻസ് ഇളകി. സുഖല്ലേ? നിക്കാഹ് കഴിഞ്ഞിട്ട് എന്താ അവസ്ഥ? ഹാപ്പി ലൈഫ്? മാഷാല്ലാ. പണിയെടുക്കാൻ കേട്ടോള്. അപ്പം ഞാനതാ വണ്ടി കാണിച്ചു കൊടുക്കാൻ വന്നതാണ്. നമ്മളെ ബുള്ളറ്റ് ഇവിടെ ഉണ്ട്, അതുപോലെ സ്കൂട്ടി, വണ്ടി കടി നിർത്തിയിടാൻ സ്ഥലമല്ല ഗൈസ്. നമ്മളെ കാർ പോർച്ച് പണി ആയതുകൊണ്ട് അല്ലേ. എന്തൊരു ചാടയാണ് ഗൈസ് അവൾക്ക്. ഗൈസ് ഫാദർജി പാപ്പാ, എന്താണ് പരിപാടി? നമുക്ക് വാങ്ങാൻ പോവല്ലേ? ഞങ്ങളോട് പറയാത്തൊരു കാര്യമുണ്ട് ഗൈസ്. ഞാനും പാപ്പയാണ് ഗൈസ് വാങ്ങാൻ പോണത് അല്ലേ. എന്ത് വാങ്ങാൻ പോണത്? ഫുഡ് വാങ്ങണേനാണ്. എത്ര വലിയ ബിൽഡപ്പ്. മാമ അവിടെ ഉണ്ട്, മാമയുടെ പണിയിലാണ് ഗൈസ്. പോവല്ലേ? ഞാനൊന്ന് കുളിക്കട്ടെ കേട്ടോ. ഞാനൊന്ന് കുളിച്ചു വരാം. എന്നിട്ട് ഞാനും പാപ്പയും പാപ്പാൻ്റെ ഒപ്പം ഒന്ന് പോയി നോക്കാം ഗൈസ്. അല്ല പാപ്പ, എന്തായി കാർ പോർച്ചിന്റെ പണി? എന്തായി? ഉറക്കണല്ലേ? അതെ, മാമ എത്തിക്കണ്. എന്താണ് മാമ? കല്യാണത്തിന്റെ പന്തലോ? ആയത്? മാമാക്ക് 2ാമത് കെട്ടുണ്ടോ? പാപ്പ 2ാമത് കെട്ടുണ്ട്. മാഷാ അല്ലാ. കാർ പോർച്ചാണല്ലേ? ഇതാരാണ്? ഇതെന്ത് വേഷ? മാമ ഇപ്പൊ എവിടുന്നാ വന്നത്? ഞാൻ ഇപ്പൊ പോകുമ്പല്ലേനല്ലോ. അല്ല മാ, എന്റെ മുടി കെട്ടിയത് മാമ കണ്ടിക്കണം. എന്നാലും രാത്രി വന്നോണ്ട് കണ്ടിട്ടില്ലല്ലോ. എങ്ങനെയുണ്ട് മുടി കെട്ടി? മുടി കെട്ടിയപ്പോ ചെറിയ ചെക്കനായില്ലേ? ആന്ന്. ഇല്ലെങ്കി ആഷിന്റെ കാക്കയാണോ ചോദിക്കലുണ്ട് ഇന്നെ. ഇപ്പൊ മൊഞ്ചത്തിയായി മാമ. മാഷാല്ലാ. അതാണല്ലേ. ഞാൻ ശരിക്കും പറഞ്ഞാണ്ട വരല്. മാമ ഹാൾക്ക് കയറിയൊന്നും എനിക്കറിയില്ലല്ലോ മാമ. അപ്പൊ ഉണ്ടല്ലോ, എന്താ പരിപാടി മാമ? എന്താ പരിപാടി ഇന്ന്? നമ്മളെങ്ങനെ? നമ്മള് 3 ആളുള്ളൂ ഇന്ന്. ഇന്ന് ഞങ്ങള് 3 ആളുള്ളൂ. പിന്നെ ബാക്കിയുള്ളവരോടെ പോയി നോക്കി പറ. പോയി ഗൈസ്. നമ്മളൊറ്റക്കാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ വന്നിട്ട് ഞങ്ങൾ 3 ആളുള്ളൂ. ഞങ്ങൾ 3 ആള് ഗൈസ്. അപ്പൊ അതാ ഓടിപ്പോണേ. അപ്പൊ നടന്ന് പോണോക്ക്. മുകളിലത്തെ ട്രൗസറാണ് ഹൈലൈറ്റ്. അപ്പോൾ
എന്താ മാമാനോട് ഞാനൊന്നും ഉണ്ടാക്കണ്ട പറഞ്ഞിട്ടുണ്ടല്ലേ ഉണ്ടാക്കണ്ട പറഞ്ഞാല് കണ്ടില്ല ഗൈസ്. ഞാൻ രാവിലെ എണീറ്റപ്പോ തന്നെ അതാ പണിയിലാണ്. ഫുള്ള് പണി തന്നെയാണ് മാമ. ഉച്ചവരെ പണിയാണ്. എന്നാലും അതറിയാലോ എല്ലാവർക്കും 3 ആൺകുട്ടികളാണ്. അപ്പൊ അവര് പണിക്ക് ഞാൻ സഹായിക്കും ഗൈസ്. ഞാൻ ഉണ്ടെങ്കിൽ ഇതേപോലെ ഞാൻ പറഞ്ഞല്ലോ ഒന്നും ഉണ്ടാക്കണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ സഹായം. പിന്നെന്താ ചെയ്യല് ഞാന് വീഡിയോ ആണ്. ചിക്കൻ വേണം, മുട്ട വേണം, അതൊക്കെയാണ് ഇപ്പൊ ഞാനേ ജിമ്മിന് പോലെ ഒന്നുകൂടി ഒന്നും കൂടി കൂടിയെന്നുള്ളു, അല്ലാതൊന്നുമില്ല. അല്ലട്ടോ മാമനോട് ഞാൻ അപ്പോഴും പറയല്ലോ ഗതികേടാണെന്നുണ്ടെങ്കിൽ എന്നോട് അപ്ലൈ പറഞ്ഞോ, ഞാൻ വേറെ എന്തെങ്കിലും ചെയ്തോണ്ട് ഞാൻ പറഞ്ഞിട്ടാണ് പറയല്. അല്ലേ? ആണ് ആണ് അതന്നെ. പിന്നെ അതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞു വന്നത്. മാമനോട് ഒന്നും ഉണ്ടാക്കണ്ടെന്ന് പറയാൻ കാരണം മാമ ഫുൾ ടൈം ഇതേപോലെ മാമാനോട് പണിയൊക്കെ നിർത്തി ഇനി ഫുഡൊന്നും ഉണ്ടാക്കണ്ട, മാമ ഇന്ന് റെസ്റ്റ് എടുത്തോന്ന് പറഞ്ഞുകൊണ്ട് ഞാനും വാപ്പിയും വാങ്ങാൻ പോവാണ് ഗൈസ്. എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? മാമാക്കറിയോ എന്തായിരിക്കും മാമാന്റെ ഇഷ്ടപ്പെട്ട സാധനം? മാമ എന്തായാലും ഫുൾ ടൈം ഇതേപോലെ പണിയേക്കാരല്ലേ? നമ്മളെ പണി തന്നെയാണ്. വൃത്തിയാക്കിയിട്ടാണെങ്കിൽ തന്നെ നല്ല പണിയാ. പിന്നെ ഞങ്ങളെല്ലാരും തിരുമ്പാനും ഉണ്ടാവും, അതാണ് തിരുമ്പലൊക്കെ ഉണ്ടോ ഗൈസ്, വെറുതെ പറയണ ഗൈസ്. പിന്നെ എന്താ നമ്മള് വിഷയത്തിൽ തെന്നി പറയണ ഗൈസ്. അപ്പൊ നമ്മള് ഞാനൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറയാനുള്ള കാരണം ഇമ്മ എന്താ ഇങ്ങനെയാണ്. നമ്മളെ എല്ലാ അമ്മമാരും ഇതേപോലൊക്കെ തന്നെ ആയിരിക്കുമല്ലേ അമ്മ? അല്ലേ? എല്ലാ അമ്മമാരും ഇതേപോലെ ഫുൾ ടൈം പണി. രാവിലെ നീച്ചാൽ തന്നെ നേരെ അടുക്കളേക്കാ പോണത്. നമ്മളൊക്കെ എന്താ പോണത്? നേരെ ഡ്രസ്സും കുളിച്ചു മാറ്റി തിന്നാണ്ടാവും പോകുമ്പല്ലേ. മേശമ്മ എന്താ ഫുഡ് ഉണ്ടാവും, അത് തിന്നിട്ട് നേരെ പുറത്ത് പോവാ, നമുക്കൊന്നും അറിയണ്ട. അപ്പം ഇതേപോലത്തെ അമ്മമാരൊക്കെ ശ്രദ്ധിക്കുക എല്ലാരും അല്ലേ? അപ്പൊ ഞാനിന്ന് വന്നപ്പം ഞങ്ങൾ 3 ആളുള്ളൂ. അതേപോലെ ഫുഡ് ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു. കാരണം എന്താ? ഞാനും വാപ്പിയും മാമാക്ക് കൊണ്ടുവന്നേരം ഫുഡ് എന്നിട്ട് 3 ആൾ ഇരുന്ന് നിന്ന്. എന്താ പറയാൻ വന്നത്? വീഡിയോ എടുക്കാത്തതിന്റെ കാരണം എന്താണ്? ഞാനും ഇല്ല, പിന്നെ എല്ലാരും കുറച്ച് തിരക്കിലായി. പിന്നെ നമുക്ക് സങ്കടമായിട്ടുള്ള ഒരു കാര്യം നടന്നു അല്ലേ? കുടുംബത്തിലൊരു മരണം ഉണ്ടായി. അതെ, അതും സംഭവിച്ചു. പ്രാർത്ഥിക്കുക അല്ലേ? പ്രാർത്ഥിക്കുക, അതൊക്കെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അമ്മ ഞങ്ങള് വാങ്ങാൻ ഇനിയിപ്പോ എന്താ കൊണ്ടുവരുന്നത്? അപ്പൊ ഞാൻ അതിന്റെ സന്തോഷത്തിലാട്ടെന്ന് പെട്ടെന്ന് പണിയൊക്കെ തീർത്ത് സുന്ദരിയായി നിക്കണ്ട്. അതന്നെ, ഞാനും കുളിക്കട്ടെ. ഞാൻ റെഡി ആയിട്ട് ഞങ്ങള് കൊണ്ടുവരാം. ഞാൻ വാപ്പാനും കൂട്ടണമെന്നുണ്ട്. വാപ്പാനും കൂട്ടി പോവല്ലേ? ഞാനും വാപ്പയും പർച്ചേസ് ചെയ്ത് വരാം ഗൈസ് മാമാക്ക് വേണ്ടിയിട്ട്. അപ്പൊ മാമ തീർക്കട്ടോ. ഓക്കെ, ഞാനും ഒന്ന് ഫ്രഷ് ആവട്ടെ, എന്നിട്ട് നേരെ ഞങ്ങൾ വാങ്ങാൻ പോട്ടോ. ഇത് വലിയ സംഭവമാക്കിയൊന്നും പറയല്ല, എന്നാലും എന്താ പറയാ, നിങ്ങളും കൂടി എന്താ എല്ലാവരിലേക്കൊന്ന് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇമ്മാരൊക്കെ നിങ്ങൾ ശരിക്കൊന്ന് ഒബ്സർവ് ചെയ്താൽ അറിയാം. നമ്മളിമ്മാരൊക്കെ എന്താ പറയുക, രാവിലെ മുതൽ ഫുൾ ടൈം അടുക്കള. ഇപ്പോൾ പുറത്തൊക്കെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു കല്യാണമോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫാമിലി ആയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെവിടേക്കെങ്കിലും കൊണ്ടുപോയാലേ പോയാലുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ആണെങ്കിൽ ഒരു ഭയങ്കര ബോറൊക്കെ അടിക്കുമ്പോൾ ഫ്രണ്ടിനെ വിളിച്ചിട്ടാ നമുക്കൊന്ന് പുറത്ത് പോയാലോ, ഒരു ചാടിക്കാൻ പോയാലോ. പക്ഷെ നമ്മളിമ്മാർക്ക് നമ്മളൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇമ്മാർക്ക് വേണ്ടിയിട്ട് നമ്മളിമ്മാരും ശ്രദ്ധിക്കുക. എല്ലാവരും ഇതേപോലെ ജസ്റ്റ് ഫുഡ് കഴിക്കാൻ കൊണ്ടുപോകുക. അല്ലാന്നുണ്ടെങ്കിൽ ഫുൾ ടൈം പണിയാകുമ്പോൾ നിങ്ങൾ കുറച്ച് റെസ്റ്റ് എടുക്കുക, ഞാൻ ഹെൽപ്പ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് ഫുഡ് വാങ്ങാം നമുക്ക് പുറത്തുനിന്ന്, നിങ്ങൾ ഉണ്ടാക്കി കോയങ്ങണ്ട. അങ്ങനെയൊക്കെ 1-2 വാക്കുകളും അങ്ങനത്തെ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ തന്നെ നമുക്കും സന്തോഷമാണ്, ഓൽക്കും ഒരുപാട് സന്തോഷമാണ്. ചെറിയ കാര്യമാണെന്നുണ്ടെങ്കിലും ഗൈസ് എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റണില്ല ഗൈസ്. കഴിഞ്ഞോ മാമ ഇങ്ങനെ പണിയെടുക്കാൻ കണ്ടിട്ട് എനിക്കെന്തോ പോലെ എന്തോ. ഞാനിങ്ങനെ രാവിലെ മുതൽ നീച്ചപ്പം തുടങ്ങിയതാണ്. ഇന്ന് രാവിലെ എൻ്റെ റൂമിൽ ലൈറ്റ് ഇട്ടപ്പോൾ തുടങ്ങിയതാണ് ഈ തോർത്തല്. ലൈറ്റ് ഇട്ട് മാമ ലൈറ്റ്. എനിക്ക് എൻ്റെ പ്രശ്നം എന്താ വെച്ചാല്, ഞാനുണ്ടല്ലോ ഉറക്കത്തില് ഒരു ചെറിയൊരു എന്താ പറയാ ലൈറ്റ് വല്ലാതെ എന്തെങ്കിലും സൗണ്ട് വന്നാൽ ഞാൻ അപ്പം നീച്ചു. പിന്നെ എനിക്ക് ഉറക്കം വരില്ല. ഞാൻ അങ്ങനെ അല്ല, ഞാൻ വന്ന് മാമഞ്ഞ് പണിയെടുക്കണ്ട. ഞാൻ കുറച്ചു നേരം ആൾക്കാർ ഇതൊക്കെ കണ്ടിട്ട് ചിലപ്പോൾ നന്നായാലോ. ഇങ്ങനെയാണ് സെൻസർ അടിച്ചോണ്ട് എന്റെ അടിക്കൊന്നും എടുക്കണ്ടേ, ഞാൻ ട്രസ്സർ അടിക്കണ്ട്. തൊട കണ്ടറിയ വേദന ആവുമോന്നുള്ളൊരു. ക്യാമറ ഓഫ് ആക്കിയാൽ ഞാൻ ഹാർഡാവും.
വാങ്ങി സഹായിക്കുക ഗൈസ്. മാമയുടെ മുഖത്ത് ചിരി ഗൈസ്. ആ ചിരി ചിരിക്കല്ല. അപ്പൊ ഞങ്ങള് പണി കഴിഞ്ഞിട്ട് നമ്മള് വാങ്ങാൻ പോയില്ല അമ്മ. ഓക്കെ, വിളിച്ചു വരാനാറുണ്ട്. വീഡിയോ കാണുന്നവർക്ക് അറിയാം ഇന്ന ഓല് സഹായിക്കുന്നുണ്ടോ ഇല്ലേന്ന് ഓല് പറയട്ടെ അഭിപ്രായം. പറയട്ടെ, ക്യാമറയിൽ കയ്യെത്തല്ലേ കാണട്ടെ. പറയ് ഗൈസ്, കമന്റിൽ പറയും നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്ന്. എന്ത് ഗൈസ്, കുളിച്ചു വന്നപ്പോ ഇവിടെ നിസ്കാരപ്പായിട്ട് ഇങ്ങനെ പറയാണ് ഞാൻ ജിമ്മിന് പോണേന്. ഇങ്ങനെ പറയണ പോലെ ഉണ്ടോ? എന്താണ് പറയണത്? പറഞ്ഞോ. ജിമ്മിന് പോയിട്ട് തടി പറ്റ പോയി. ഇവിടെ 2 പൊന്തി വന്നിട്ടൊന്നും പിന്നെന്താണ് പോയത്? പോയി. ആ എന്റെ ചന്തി പോയി പറഞ്ഞിട്ട് ചീത്തറേ ഗൈസ്. ചന്തി പോയി ഗൈസ്. നിങ്ങൾ നോക്ക് ഗൈസ്. പൊയ്ക്കണം ഗൈസ്, പൊയ്ക്കണം. വാപ്പാക്ക് ഇഷ്ടാണല്ലേ ജിമ്മ് പോണേ? കാരണം നമ്മള് ബോഡിയൊക്കെ സെറ്റായിട്ട് തടി പറഞ്ഞോ. എനിക്ക് ഫുള്ള് എടുക്കാൻ പറ്റിയില്ല. ഫുള്ളിരുന്ന് കുറ്റം പറയുന്നേ. എന്തല്ലേ അമ്മ നിസ്കരിച്ച കഴിഞ്ഞോ? നിസ്കരിച്ചതിന്റെ ചീത്ത അറിയാം ഗൈസ്. അതിന് മാത്രം തടി പറഞ്ഞില്ല ഗൈസ്. ഞാന് നോക്കൂ ഗൈസ്, എന്നെ നോക്കൂ ഗൈസ്. ഇപ്പൊ കാണിക്കണ്ടല്ലേ അമ്മ? അല്ലേ കാണിക്കണ്ടല്ലോ? അത്ര ബോറ എന്നെ കാണാൻ ബോറാണ് ഗൈസ്. ബോറാണ് പറയുന്നത് ഗൈസ്. എന്നെ കാണാൻ ബോറുണ്ടോ? ബോറുണ്ടാ? ഇല്ല ഗൈസ്, നിങ്ങൾ കമന്റ് ചെയ്യേ. അപ്പൊ ഞങ്ങള് വാപ്പ വരുന്നില്ലേ? വാപ്പ വാ, നമുക്കൊരു റൈഡ് അടിച്ചു തരാം. വാ, നമ്മളെ ചക്ക നിൽക്കണ്ടേ, നമുക്ക് റൈഡ് അടിച്ചു തരാം. വെയിലത്ത് നിൽക്കണോക്കെ നമ്മളെ ചക്ക. വെയിലത്താണ് പാവം അല്ലേ? നല്ല വെയിലാണ്. അപ്പൊ ഞങ്ങള് വാങ്ങിട്ട് വരാം കേട്ടോ. ഞാനൊന്ന് നിസ്കരിച്ചട്ടെ. പറ. മുട്ട എന്ത് മുട്ട തിന്നണമെന്നുണ്ടെങ്കിൽ ഞാനല്ലടാ, ഞാൻ ബാപ്പി നിന്നല്ലുണ്ട് മുട്ട. മത്സരത്തിൽ മുട്ട തിന്ന രാവിലെ. എനിക്ക് മറ്റേ ജിമ്മ് പോകുമ്പോ കുറച്ചൊക്കെ ഇങ്ങനെ പൊന്തിച്ചാ മണിട്ടാ. ബാപ്പിന്റെ അതേപോലെ തിന്നുണ്ട്. അതാണ് സീക്രട്ട് അല്ലേ? അത് തിന്നണത് നല്ലതാണ് ഗൈസ്. പ്രോട്ടീനാണ്. എഗ് അല്ലേ? ബാപ്പാനെ നോക്കിയിട്ടാണ് പ്രോട്ടീൻ അറിയണത്. കള്ള് കട്ടി. ഞാൻ ക്യാമറ ഓഫ് ആയി കുറ്റം പറയാതെ ഞാൻ ഓഫാക്കാത്ത. കുറ്റല്ല ഗൈസ്, ചീത്തറിയ ഗൈസ്. ജിമ്മ് പോണ്ടെന്നപ്പ പറയണേ. ഞാൻ തിന്നണ്ടേ. എന്താ അറിയോ പ്രശ്നം? എന്താ ഉണ്ടായത് വെച്ചാല് ഞാനിപ്പോ മന്തി അല്ലാതെ ഞാൻ എന്താ വാങ്ങുക ചോദിച്ചു. അതിനാണ് ഞാൻ മന്തി തിന്ന ഗൈസ്. ഇന്നും ഞാൻ ചീറ്റ് ഡേ ആക്ക ഗൈസ്. ഹാപ്പി? വിശക്കുണ്ട്. ഞാൻ പോയി വാങ്ങട്ടെ ഗൈസ്. വാങ്ങാൻ പോവാണ് ഗൈസ്. വരി. ഓ വാപ്പറെഡി. മൊഞ്ചൻ ഇവിടെ ആകെ കമ്പികളാണല്ലോ ഗൈസ്. ഞങ്ങൾ പോവുകയാണ്. ടാറ്റാ. എന്താ ചൂട്. എന്നും അറേബ്യൻ മജ്ലിസിത്തെ മന്തിയാണ് വാപ്പാക്ക് ഇഷ്ടം. അതുകൊണ്ട് വീണ്ടും അറേബ്യൻ മജ്ലിസ്. മന്തി ലവേഴ്സ് ആട്ടോ ഫുള്ള്. മന്തി ലവേഴ്സ് തന്നെയാണ്. ഞങ്ങൾ എപ്പോൾ നോക്കിയാലും എന്താ ഫുഡ് കഴിക്കേണ്ടി ചോദിച്ചാലും മന്തിന്നേ പറയുള്ളൂ കേട്ടോ. എമ്മയും അതേപോലെ ഇപ്പയും എല്ലാവരും അങ്ങനെ കഴിക്കണം ഇപ്പോൾ. അപ്പോൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യിക്കണം ഗൈസ്. എമ്മ ചൂടായിട്ടൊക്കെ ഇത് സോളാറിനാട്ടോ വർക്ക് ചെയ്യണത്. സൂര്യൻ്റെ പ്രകാശം തട്ടുമ്പം എന്താ ഇതിനൊക്കെ ഭയങ്കര ഫാസ്റ്റ് കൊണ്ട് ഇതിപ്പം പോകുന്നുണ്ട്. എന്നിട്ട് ഇവിടെ 2 ആൾക്കാർ. ഇതാരറിയോ? ആരാണ്? സ്പൈഡർമാൻ എന്ന് കുറേ ആൾക്കാർ പറയും കേട്ടോ. ലാമി അതിന് സ്പൈഡർമാൻ എന്നാ പറഞ്ഞിങ്ങനെ. നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യും. എത്രയായി ഗൈസ്? കുറയണേ അല്ല 797. ഓ മൈ ഗോഡ്. ഓക്കെ, നമ്മളെ ഉമ്മാക്ക് വേണ്ടിയിട്ടാണല്ലോ, അതുകൊണ്ട് നമുക്ക് അതാലോചിച്ച് സമാധാനിക്കാം ഗൈസ്. ഇതെന്താണ് പാപ്പ? മന്തിന്റെ മുട്ടപ്പാണല്ലോ. മൽബറിയിൽ വന്നിട്ട്
എണ്ണക്കടി വേണം മാമാക്കൊന്നല്ല എന്നുണ്ടാവട്ടെ പാപ്പ. എണ്ണക്കടി മുഖ്യം വീക്കില്ലേ, മന്തിയൊന്നും പോരാ. മൽബറിയിലെത്തി ഗൈസ്, ഞങ്ങൾ മന്തി വാങ്ങി പോവാണ് ഗൈസ്. നെക്സ്റ്റ് ഫ്രൂട്ട്സ്. ഒരു മന്തിക്ക് വേണ്ടി ഇറങ്ങിയതാണ്, ഫ്രൂട്ട്സ് വരെ എത്തി, എണ്ണക്കടി എത്തി. ഇനി എന്താണാവോ ഗൈസ്. ഒരു മന്തിക്ക് പോയതാണ്. എന്തൊക്കെയാണ് വാങ്ങിയത്? മുട്ടടക്കം മുട്ട എനിക്കും എന്തൊരു സ്നേഹം. നമ്മളെ മന്തിക്കുട്ട, എനിക്ക് മന്തി മതി ഗൈസ്, മന്തി. ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്താ പറഞ്ഞാൽ മാമാക്ക് മന്തിയാണെന്ന് അറിയില്ല, എന്തോ കൊണ്ടുവരാൻ പോയിക്കണെന്ന് അറിയാം. മാമാക്ക് കൊടുക്കട്ടെ കേട്ടോ. മാമാ എവിടെ? മാമാക്ക് ഇഷ്ടപ്പെട്ട മന്തി. ഇഷ്ടല്ലേ? കഴിച്ചോ വിളമ്പല്ലേ? ഹാപ്പി സെറ്റല്ലേ? മാമക്ക് ഇഷ്ടായില്ലോ ഒന്ന്? ഇഷ്ടായാ മതി. മാമ ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാന്ന് പറഞ്ഞപ്പോ കമോൺ ഗൈസ്, ഞങ്ങള് മന്തി. വേറൊരു സാധനം വന്ന് പറഞ്ഞു അമ്മ ഓർഡർ ചെയ്തത്. എവിടെ? ഗൈസ്, ഇപ്പൊ ഞങ്ങൾ കണ്ടത് ഞങ്ങൾ ഓർഡർ ചെയ്തൊരു സാധനം അപ്പുറത്തെ പേരേക്ക് ഓർഡർ മാറി കൊടുത്തിക്കണില്ല. ആള് പേടിച്ചു വിട്ട, പെട്ടെന്ന് പോയോന്ന് വിചാരിച്ച്. പിന്നെ അതിന് പൈസ കൊടുത്തതാണേ. ഇതെന്താ നോക്കട്ടെ കേട്ടോ ഗൈസ്, നമുക്ക് വേണ്ടി അയച്ചതാണ്. അല്ല, ആള് വിളിച്ചിട്ട് നമ്മളോട് എന്താ, ഞാൻ പൈസയും കൊടുത്തു, അതേപോലെ OTP ഒക്കെ പറഞ്ഞു കൊടുത്തു. പെരേക്ക് മന്തി വാങ്ങിക്കൊടുത്ത് തിരിച്ചു വന്നപ്പോ സാധനം എത്തിയിട്ടില്ല. അപ്പുറത്തെ ചേച്ചീന്റെ പെരയിലാണ് ഗൈസ്. നല്ല അതിലെന്താ നോക്കിയാലോ? അഗേറോ നമുക്ക് വരുന്ന കേട്ടോ. അഗേറോന്റെ പ്രൊമോഷൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നല്ല അടിപൊളി കമ്പനി ഗൈസ്. ഇതാണ് നല്ല, ഇതെന്താ പറയുക, കൂളറാണ്. കൂളിംഗ് ഫാൻ. നമ്മൾ കൂളറൊക്കെ വാങ്ങണതിന്റെ പകരം കൂളിംഗ് ഫാന് നല്ല ഇല്ലേ, ചെറുതുമാണ്, എല്ലായിടത്തും എത്തും ചെയ്യും. വാവ്, എനിക്ക് എന്റെ റൂമിൽ കൊണ്ടുപോവാലോ. കോഴിക്കോട് നല്ല ചൂടാണ്, ഇത് എവിടേക്കും കൊണ്ടുപോവാ അല്ലേ? അടിപൊളി. അപ്പം മാമ നമുക്ക് വിളമ്പല്ലേ? ഇത് കണ്ടപ്പോ അത് മറന്നോ? നല്ല സാധനം അല്ലേ? വെറും ഫാനല്ല, ഇത് കൂളിംഗ് ആയിട്ട്, കൂളറായിട്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണം, ഇതിലുണ്ടാവും. അതിൻ്റെ ബുക്കൊക്കെ ഇവിടെ ഇതിലിട്ട് കാണാൻ ഈ സാധനം അടിപൊളി. വിളമ്പുകയാണ് ഗായ്സ്. മാമ വിളമ്പണതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം കാണിച്ചാൽ കേട്ടോ. അല്ല, ഇത് വിളമ്പി കഴിഞ്ഞിട്ട് പോകണം. ഇത് വിളമ്പ്, നമ്മൾ മന്തിക്കുട്ടനെ കാണിച്ചോട്ടെ. ആഹാ, ഞാൻ ക്യാമറ ഓടിച്ചോണ്ടാ. എല്ലാവരുടെയും പ്രിയങ്കരനായ മന്തി. മാമാന്റെ ഹാപ്പിനെസ്സിനാട്ടോ ഞാൻ വാങ്ങിയത്. ഇഷ്ടല്ലേ? ഓ, നമ്മൾ മൂന്ന്. നെക്സ്റ്റ് നല്ല പെരി അൽഫാം. ഇട് എല്ലാം കേട്ടോ. അധികം ഇതല്ലേ? ഓ, സെറ്റ്. വരൂ. അപ്പൊ ഞാൻ നേരത്തെ കാണിച്ചു തരാന്ന് പറഞ്ഞ സംഭവം എന്താ അറിയോ? ഞാൻ നേരത്തെ ഡ്രസ്സ് ഇടാൻ പോയപ്പം ഒരു കാര്യം കണ്ടു. എന്താ അറിയോ? ഇസ്തിരി ഇടാൻ പോയപ്പം ഒരു കാര്യം കണ്ടു. അത് കണ്ടപ്പം എനിക്ക് നിങ്ങളെയും കൂടി കാണിച്ചു തരാൻ തോന്നി. ഇരുട്ടായോ ഗൈസ്? ഇത് ഞാൻ കാണിച്ചു തരാറുണ്ട്. എവിടെ? യെസ്, നോക്കൂ ഗൈസ്, ഇത് ക്ലിയർ ഉണ്ടോ? ഇവിടെ ഒരു നമ്മളെ കിളിക്കുട്ടി കൂട് കൂട്ടിയിരിക്കണം കേട്ടോ. ഓ, ക്ലിയർ ഇല്ല, അവിടുന്ന് വെളിച്ചടിക്കണോണ്ട്. അതിൻ്റെ ഉള്ളിൽ ആളുണ്ട്. അതിലേറെ വേറൊരു സംഭവം ഞാൻ വാങ്ങിക്കണേ.
ഇതെന്താ വെച്ചാൽ നമുക്കിതാ യെസ് ഇതാണ് ഞാൻ കാണിച്ചു തരാറുള്ളത്. കാണിച്ചെടുക്കി നമ്മൾ സ്ഥിരിടാനൊക്കെ എല്ലാവർക്കും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം കേട്ടോ. ഞാൻ നമ്മളെ ഷൂഡെന്ന് കണ്ടപ്പം പെട്ടെന്ന് വാങ്ങിയതാണ്. ഇതാണ് മെയിനായിട്ടുള്ള കാര്യം. കണ്ടോ ഇങ്ങനെ മടക്കി വെക്കുകയും ചെയ്യുക, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതാ എങ്ങനെ പൊന്തിക്കുകയും ചെയ്യുക. സ്ഥലവും ലാഭം. പിന്നെ നല്ല ഈ സാധനം ഈ കവറൊന്നും ഊരിയിട്ടില്ല, ഇപ്പം അടുത്ത് വാങ്ങിയിട്ടുള്ളൂ നമ്മളെ ഷൂഡെന്ന്. നല്ല സാധനമാണ്. നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? എന്തൊക്കെ ഇവിടെ ഇതിൻ്റെ സ്റ്റാൻഡും ഉണ്ട്. നല്ല സ്ഥലം. അത് ഉള്ളിലൊക്കെ വെക്കുമ്പോൾ ഒന്നും കൂടി നല്ല രസം ഉണ്ടാവില്ല റൂമിലൊക്കെ. നമ്മൾ ഇവിടെ ആയതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇട്ടത്. അതേപോലെ അതിൻ്റെ ഉള്ളിൽ ആളുണ്ട് കേട്ടോ എപ്പോഴും. പിന്നെ ഇത് വേണ്ടിയവർക്ക് നമ്മൾ ഷൂഡെന്നിൻ്റെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കമ്പനിയൊക്കെ. ഒരു നമുക്ക് വീട്ടിൽ വന്ന് ഫിറ്റ് ചെയ്ത് തരും കേട്ടോ. നമുക്കൊന്നും അറിയണ്ട, ചെറിയ അഫോർഡബിൾ പ്രൈസിന് തന്നെ എല്ലായിടത്തും വെക്കാം. സ്ഥലം പോകുമൊന്നുമില്ല ഞാൻ പറഞ്ഞ പോലെ. അപ്പോൾ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. എവിടെ നമ്മൾ ഫുഡ് എവിടെ വിളമ്പി അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ. കഴിക്കൂ അയ്വാ അപ്പാ എങ്ങനെയുണ്ട്? മന്തി അല്ലേ? മന്തി സെറ്റ് തന്നെയാണ് ഗൈസ്, രക്ഷയില്ല. ഉണ്ട്. ഓ താങ്ക് യു. അടിപൊളി. ഇതാണ് വേറെ രസമാണ്. മതി. അപ്പൊ ഞങ്ങൾ കഴിച്ചിട്ട് വരാം. ഓക്കെ, കഴിച്ചിട്ട് വരാം കേട്ടാ ഗൈസ്. അങ്ങനെ ഫുഡ് കഴിച്ചു. വയറിറങ്ങില്ലേ? വയറും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു. ഹാപ്പി അല്ലേ? ഉറപ്പാ? പിന്നെന്താ ബാക്കെന്ന് പാപ്പ പറയുന്നുണ്ട്. എനിക്കൊരു ഉമ്മാട്ട് എനിക്കൊരു ഉമ്മ എന്നിട്ട് നമുക്ക് വീഡിയോ എൻ്റെ ഏൽപ്പിച്ച ഇതിനെ ഞാൻ വാങ്ങിക്കൊടുത്ത ഗായ്സ്. അപ്പം ഇതൊക്കെ തന്നെയാണ് ഞങ്ങൾ ചെറിയൊരു ഫ്രീ ഒക്കെ ആയിട്ട് വലിയ വിശേഷങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സാധനം ഞങ്ങൾ ഡേ ഇൻ മൈ ലൈഫിലെ ഡേ വിത്ത് മൈ ഫാദർ ആൻഡ് മദർ എങ്ങനെയുണ്ട്? അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, മാമ റെസ്റ്റ് എടുക്ക്. ബൈ ബൈ, ടാറ്റാ.